പമ്പയാറ്റിൻ്റെ ഇരുകരകളിലും ഉത്സവത്തിമിർപ്പാണ്, ആഘോഷത്തിമിർപ്പാണ്. വള്ളംകളിയെ മറ്റിതര കായിക വിനോദങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും മലയാളികളുടെ അഭിമാനമായി മാറുന്നതും ഈ വിനോദത്തിനെ, ഈ കായിക ഇനത്തിനെ ഈ ജനമാകെ മനസ്സിലേറ്റുന്നത് കൊണ്ടാണ്. മിഥുനത്തിലെ മൂലം നാളിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പയാറ്റിൽ അരങ്ങേറുന്നത്. മൂലം വള്ളംകളിയോടെ കുട്ടനാടിൻ്റെ വള്ളംകളിക്കാലം ആരംഭിക്കുന്നു. വള്ളംകളിയും വഞ്ചിപ്പാട്ടും അവയ്ക്ക് പിന്നിലെ കൂട്ടായ്മയും ഒക്കെ ചേർന്ന സാംസ്കാരിക പൈതൃകം കുട്ടനാടിനെ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തി. വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളിൽ തുഴയെറിഞ്ഞ് ഒരു നാടിൻ്റെ കൂട്ടായ്മയായി ഈ ജലോത്സവം മാറി. ഒരു ജനത ഒന്നായി നിന്ന കാലസങ്കല്പത്തിൻ്റെ അടരുകളിൽ ഈ ജലമാമാങ്കം ശ്രദ്ധേയമായി. ആർപ്പുവിളികളുടെ ഓളപ്പരപ്പിലേക്ക് ഒരു നാടിൻ്റെ മനസ്സ് മുഴുവനായി ഒഴുകിയെത്തി. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വള്ളംകളിയും വഞ്ചിപ്പാട്ടും തുഴത്താളവുമൊക്കെ കുട്ടനാട്ടുകാരൻ്റെ ഹൃദയതാളമാണ്. കുട്ടനാട്ടുകാരൻ്റെ എന്നല്ല, ഓരോ മലയാളിയുടെയും ഹൃദയത്തിലെ തിരുശേഷിപ്പാണ് വഞ്ചിപ്പാട്ടുകൾ, വള്ളംകളി ഒക്കെ തന്നെ. ഗതകാല കാർഷിക സംസ്കൃതിയുടെ പാഠഭേദമാണ് വഞ്ചിപ്പാട്ടുകൾ എന്ന് നമുക്ക് പറയാം. ഇപ്പോഴും വഞ്ചിപ്പാട്ട് കേട്ടിട്ടില്ലാത്ത ഒരു മലയാളി പോലും, ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ഒരു വരിയെങ്കിലും മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരു മലയാളി പോലും ലോകത്തെവിടെയും ഉണ്ടാവുകയില്ല. ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി ഒരു നാടിൻ്റെ ആഘോഷമായി മാറുന്നു വള്ളംകളി. ഒരു കര മുഴുവൻ തുഴക്കരത്തിലേക്ക് ആവാഹിച്ച് അത് മലയാളിയുടെ എക്കാലത്തെയും മനോഹരമായ കായിക വിനോദമാകുന്നു. നിരന്തരമായ പരിശ്രമവും സാങ്കേതിക തികവും ഇതിനാവശ്യമാണ്. ചുണ്ടൻ വള്ളങ്ങൾ തന്നെയാണ് വള്ളംകളിയിലെ ശ്രദ്ധാകേന്ദ്രം. 100-ലേറെ തുഴക്കാരുള്ള ചുണ്ടൻ വള്ളങ്ങൾക്ക് ആഢ്യമായ ഭംഗിയുണ്ട്. ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ ഇരുട്ടുകുത്തി, വെപ്പ്, ഓടി, ചുരുളൻ എന്നീ ചെറുവള്ളങ്ങളുമുണ്ട്. പടക്കിറങ്ങുമ്പോൾ ചുണ്ടൻ വള്ളങ്ങൾക്ക് അകമ്പടി സേവിക്കുകയാണ് ചെറുവള്ളങ്ങളുടെ ദൗത്യം. ചുണ്ടൻ്റെ പോരാട്ടവീര്യം കുറയാതെ നോക്കുന്ന രണ്ടാം നിരയാണ് ഇരുട്ടുകുത്തി. ശത്രുവിൻ്റെ നീക്കങ്ങൾ ഓടി നടന്ന് നിരീക്ഷിക്കുന്ന ചെറുവള്ളങ്ങളാണ് ഓടിവള്ളങ്ങൾ. ചുരുളൻ വള്ളങ്ങളുടെയും ദൗത്യം ചാരപ്പണി തന്നെ. മുഴുവൻ യുദ്ധമുന്നണിക്കും ആഹാരം വയ്ക്കുന്നതിനാണ് വെപ്പുവള്ളങ്ങൾ. ഇവർ കാത്തിരിക്കുകയാണ്. പമ്പയാറ്റിലെ ഓളങ്ങളിലേക്ക് തുഴകൾ ഉയർന്നു താഴുന്നത് കാത്തിരിക്കുന്നു. ഒരു ഉത്സവത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഇരുകരകളിൽ നിൽക്കുന്ന നൂറുകണക്കിന് കാണികൾ, വിനോദ സഞ്ചാരികൾ. It's the first time in India. Oh, right. Then how is this? Oh, it's fine. എങ്ങും വഞ്ചിപ്പാട്ടും ആർപ്പുവിളികളും മാത്രം. ശരിക്കും ഉത്സാഹത്തിൻ്റെ, ഉന്മേഷത്തിൻ്റെ, ഉന്മാദത്തിൻ്റെ അന്തരീക്ഷം. ഇതാണ് വള്ളംകളി മലയാളിക്ക് നൽകുന്ന സംഭാവന. വള്ളംകളിയുടെ തത്സമയ വിവരണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. വള്ളംകളിയുടെ ആവേശങ്ങളെ വാക്കുകളിൽ കുത്തിനിറച്ച് കേൾവിക്കാർക്ക് മത്സരത്തിൻ്റെ ദൃശ്യങ്ങൾ എത്തിക്കുന്നത് മറക്കാനാവാത്ത അനുഭവമാണ്. വഞ്ചിപ്പാട്ട് പോലെ തന്നെ ആവേശം ജനിപ്പിക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായ ശ്രദ്ധയാകർഷിക്കുന്നു. വേലങ്ങ
വെള്ളങ്ങാടനും ഒരു നീണ്ട കാലങ്ങൾക്ക് ശേഷം ഇതാ പ്രതിയോഗികളായി പ്രാഥമികവാദ മത്സരത്തില് രണ്ടാമത്തെ ഹീറ്റ്സില് എണ്ണം പറഞ്ഞ് തുണിയെറിഞ്ഞ് ചരിത്രം കുറിക്കുമ്പോൾ ഇതാ മൂന്നാം ട്രാക്കിലുള്ള കോടിമത അങ്ങനെ കുതിച്ച് ഇങ്ങോട്ട് വരുന്ന ആ മനോഹരമായ കാഴ്ച. എന്നാൽ ഒന്നാം ട്രാക്കിലെ വെള്ളങ്ങാടനോ വിട്ടുകൊടുക്കുന്നില്ല. ഒരു ഒപ്പത്തിനെത്താനോട് ശ്രമം നടക്കുക. ഏതാണ്ട് കുട്ടനാട്ടുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് ഒരു ചരടി കെട്ടിപ്പിടിച്ചതുപോലെ. കോടിമലയാണോ വെള്ളങ്ങാടനാണോ ആരെക്കടത്തി വെട്ടും. കോടിമല കുതിച്ചു വരുന്നു, വെള്ളങ്ങാടൻ ഒപ്പത്തിനെക്കാൻ ശ്രമിക്കുന്നു. എന്തൊരാവേശം! കുട്ടനാടിന്റെ ജലതരംഗങ്ങളിലേക്ക് പളുങ്കുമണികൾ വാരിയെറിഞ്ഞുകൊണ്ട് ഇതാ ആവേശക്കടൽ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജലമാമാങ്കം ഈ പമ്പാ നദിയെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് നടക്കുന്ന മനോഹരമായ കാഴ്ച, ആവേശകരമായ കാഴ്ചയാണ് നമുക്ക് ഈ ഇരുകരകളിലെയും കാണികളോടൊപ്പം നമുക്ക് കാഴ്ചവെക്കുവാനുള്ളത്, നമുക്ക് കാണുവാനുള്ളത്. ചുണ്ടൻ വെള്ളങ്ങളും ചുരുളൻ വെള്ളങ്ങളും ഓടിവെള്ളങ്ങളും കുതിച്ചു പാഞ്ഞു വരുന്നത് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. ഇവിടെയാണ് നിർണ്ണയിക്കുന്നത് ഈ കരയുടെ ഇരുകരകളുടെയും ഉന്മാദം ആർക്കൊപ്പമാണ്, ഏത് വള്ളത്തിനൊപ്പമാണ് എന്ന് നിർണ്ണയിക്കുന്നത് ഈ ഫിനിഷിംഗ് പോയിന്റാണ്. എല്ലാ തുഴക്കാരുടെയും മനസ്സ് ഇവിടെയാണ്, ഈ ഫിനിഷിംഗ് പോയിന്റിൽ. എവിടെ പോയാലും ഗൃഹാതുരതയുടെ ഒരു പച്ച തുരുത്തായി വള്ളംകളിയും വഞ്ചിപ്പാട്ടും തുഴത്താളവും എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവും. ഈ കുട്ടനാട് നമുക്ക് തന്നതും അതുതന്നെയാണ്. ഓർമ്മകളുടെ നിലയ്ക്കാത്ത ജീവതാളം, തുഴത്താളത്തിൻ്റെ ആത്മതാളം. അഞ്ചിതൾ മലയാളത്തിൻ്റെ ഈ ഇതൾ നമുക്ക് ഒരു മഴനൂല് പോലെ മനസ്സിൽ സൂക്ഷിക്കും. പിന്നെയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മണ്ണിൻ്റെ മാറിൽ പുളകങ്ങൾ വിതച്ചുകൊണ്ട് വയൽ വരമ്പുകളിലേക്ക് കിരച്ചു കയറിക്കൊണ്ട് തോരാതെ പെയ്യുന്നു. മണ്ണിലും മനസ്സിലും മഴ തന്നെ, തോരാതെ പെയ്യുന്ന മഴ. ഓളപ്പരപ്പുകളിൽ ആർപ്പുവിളികൾക്കൊപ്പം മഴയിരമ്പം. ഉള്ളിൽ ആർപ്പുവിളികളുടെ ഒരു കടലിരമ്പുന്നു. മഴയ്ക്കൊപ്പം ഞാനും യാത്രയാകുന്നു കുട്ടനാടിൻ്റെ ഏകാന്തമായ ഈ വഴികളിലൂടെ.